السلام عليكم ورحمة الله. نحن درسنا من قبل درسا جديدا عنوان ليته ذهب إلى المدرسة. هناك لقي فؤاد ولدا اسمه أحمد. إنه ليس ذهب إلى المدرسة، إنه يبيع الأكياس في السوق. فاقترب فؤاد إلى أحمد فسأل عن أحواله. കുട്ടികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ലൈതഹു ദഹബ ഇലൽ മദ്രസ എന്ന പാഠമാണ്. അതിൽ ഫുആദ് അഹമ്മദിനെ കണ്ടുമുട്ടുന്നു. അഹമ്മദ് സ്കൂളിലൊന്നും പോവാതെ സഞ്ചികൾ വിറ്റ് നടക്കുന്ന അഹമ്മദിനെയാണ് കണ്ടുമുട്ടിയത് അല്ലേ. ഫുആദ് അഹമ്മദിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. അങ്ങനെ അവസാനം ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് അഹമ്മദിനെ ഏൽപ്പിച്ചു അല്ലേ. അങ്ങനെ അഹമ്മദിനെ പോലീസുകാരൻ സംരക്ഷിച്ചു എന്നാണ് നമ്മൾ അവസാനം ആ കഥ പൂരിപ്പിച്ചത്. അങ്ങനെയാണ്. ഇനി ബാക്കി ഭാഗം നമുക്ക് നോക്കാം. നതഖയ്യൽ ലൗ നറാ വലദൻ യതസവൽ ഫി സൂഖ് ഫകൈഫ നതഫഅലു മഅഹു നുഇദ്ദു ബയാനൻ അലാ ലൗഇൻ നിഖാത്തി താലിയ അല്ലേ. ഇതാണ് അടുത്ത ചോദ്യം. ലൗ നറാ വലദൻ, നമ്മൾ ഒരു കുട്ടിയെ കാണുകയാണ്. യതസവ്വലു ഫി സൂഖി, അങ്ങാടിയിലൂടെ മാർക്കറ്റിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ കാണുകയാണ്. ഫകൈഫ നതഫഅലു മഅഹു, അവനോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുക. നുഇദ്ദു ബയാനൻ അലാ ലൗഇൻ നിഖാത്തി താലിയ. നിഖാത്തു എന്ന് പറഞ്ഞാൽ പോയിന്റ്സ് ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സിൻ്റെ വെളിച്ചത്തിൽ ഒരു ബയാൻ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ താഴെ പോയിന്റ്സ് എന്തൊക്കെയാണ്? അഉലാഉൽ ഉസ്ര എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ അംഗങ്ങളാണ്. ആരൊക്കെ കുടുംബത്തിലുണ്ട് എന്ന് ചോദിക്കും. അത്വആമു വശറാബ്, ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കും. കുടിക്കാനുള്ള വെള്ളത്തെക്കുറിച്ച് ചോദിച്ചറിയും. ഉൻവാനുൽ മൻസിൽ, വീട്ടിൻ്റെ അഡ്രസ്സിനെ കുറിച്ച് ചോദിക്കും. എവിടെയാണ് നിൻ്റെ വീട് എന്നൊക്കെ ചോദിക്കും. അന്നോം, ഉറക്കത്തെക്കുറിച്ച് ചോദിക്കും. ഉറങ്ങാറില്ല എന്നൊക്കെ ചോദിക്കും. അൽ ഉസൂലു ഇല സൂക്കി, മാർക്കറ്റിൽ എത്തിയത് എങ്ങനെയാണ്. മാർക്കറ്റിലേക്ക് എത്തല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മാർക്കറ്റിൽ എത്തിയത്, ഇവിടെ എത്താൻ കാരണം എന്താണ് എന്നൊക്കെ ചോദിച്ചറിയും. വലീഫത്തുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ ജോലിയെക്കുറിച്ച് ചോദിച്ചറിയും. മക്കാനുൽ മൻസിൽ, വീട്ടിൻ്റെ സ്ഥലം, എവിടെയാണ് വീട് എന്ന് ചോദിച്ചറിയും. അത്തർബിയ, വിദ്യാഭ്യാസം, സ്കൂളിൽ പോയിട്ടില്ലേ, എത്ര വരെ പോയി എന്നൊക്കെ നമ്മൾ ചോദിച്ചറിയും അല്ലേ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ബയാനിൽ എഴുതേണ്ടത്. ഇത്തരം പോയിന്റ്സുകൾ ഉൾക്കൊള്ളുന്നൊരു ബയാനാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇപ്പോൾ താഴെ അതിൻ്റെ തുടക്കം നമുക്ക് തന്നിട്ടുണ്ട്. റഅയ്ന മസാ അൽ യൗമി വലദൻ യതസവ്വലു ഫി സൂഖി, അന്നത്തെ വൈകുന്നേരം നമ്മൾ കണ്ടു. റഅയ്ന, കണ്ടു, നമ്മൾ കണ്ടു. വലദൻ, ഒരു കുട്ടിയെ കണ്ടു. യതസവ്വലു ഫി സൂഖി, അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുന്നതായിട്ട് കണ്ടു, ചുറ്റിക്കറങ്ങുന്നതായിട്ട് കണ്ടു. ഫസഅൽനാഹു, അവനോട് ചോദിച്ചു. എന്താ ചോദിച്ചിട്ടുണ്ടാവുക? അൻ ഉസ്രത്തിഹി, അല്ല അവൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചു. വ അൻ മക്കാനിഹി വ അൻ വാലിദിഹി അല്ലേ, അതൊക്കെ നമ്മൾ ചോദിച്ചു. ഫ കാലൽ വലതു, ആ കുട്ടി പറഞ്ഞു. ഫ കാലൽ വലതു ബൈത്തി വറാ അസൂക്കി, ഈ മാർക്കറ്റിൻ്റെ, ഈ അങ്ങാടിയുടെ പുറകിലാണ് എൻ്റെ വീട്. ബൈത്തി വറാ അസൂക്കി. അബി മാത സനവാത്തിൻ വ ഉമ്മി മരീല, ഉമ്മ രോഗിയാണ്. ഉപ്പ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അന വഹീദുൻ ഫിൽ മൻസിൽ, ഞാൻ വീട്ടിൽ തനിച്ചായിരുന്നു താമസിച്ചത്. വ തറക്തു അദ്ദിറാസ, ഞാൻ എൻ്റെ പഠനം നിർത്തി. അഹീറൻ വസ്വൽത്തുല അസൂക്ക്, അവസാനം ഞാൻ ഈ അങ്ങാടിയിൽ എത്തി അല്ലേ. എന്തിനെ? ലിൽ മഈഷ, ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങാടിയിലെത്തി. ഇങ്ങനെ ഇതാണ് നമ്മൾ ഒരു ബയാനായിട്ട് എഴുതേണ്ടത്. ഇതാണ്. നിങ്ങളൊന്ന് നോട്ട് തുറന്നിട്ട് ഇതൊന്ന് എഴുതി നോക്കണം.
ഇതിൻ്റെ താഴെ ഞാൻ ഒരു മോഡൽ ഞാൻ പോസ്റ്റ് ചെയ്യാം, അതും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. ഇനി അടുത്ത ഹെഡിങ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അൽ ഔദത്തു ഇലൽ ഹയാത്ത് എന്ന. അൽ ഔദത്ത് എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ് അർത്ഥം. എവിടത്തേക്ക് മടക്കം? ഇലൽ ഹയാത്ത്, ജീവിതത്തിലേക്കുള്ള മടക്കം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പാഠത്തിൽ പഠിച്ചത് എന്താണ്? മാതാ നതഅല്ലമു ഫി ഹാദ ദർസ് അൻ ഫുആദ് വ അഹ്മദ്, അല്ലേ? ഇവർ രണ്ടാളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അഹമ്മദ് എന്താ ചെയ്യുന്നത് നമുക്കറിയാം. അവൻ ബാലവേലയാണ് ചെയ്യുന്നത്, അല്ലേ? ചെറിയ കുട്ടിയാണ്, അവൻ ജോലി ചെയ്യുകയാണ്, സ്കൂളിൽ പഠിക്കാതെ ജോലി ചെയ്യുകയാണ്. അവനെ രക്ഷപ്പെടുത്തിയത് ഫുആദാണ്, അല്ലേ? ഇപ്പോൾ ഫുആദ് അഹമ്മദിനെ രക്ഷപ്പെടുത്തിയ ആ ഒരു വാർത്ത നാട്ടിലൊക്കെ ചർച്ചാ വിഷയമായി. അന്നാസു യതഹദ്ദസൂന അൻ ഫുആദ് വ അഹമ്മദ്, അല്ല, ഇവരെ കുറിച്ചിട്ടാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അഖീറൻ, അവസാനമായിട്ട് ജാ ഇലാ ബൈത്തി ഫുആദ് മുറാസിലുൽ കനാത്ത്, ഫുആദിൻ്റെ വീട്ടിലേക്ക് ആര് വന്നു? മുറാസിലുൽ കനാത്ത് വന്നു. ആരോ മുറാസിലുൽ കനാത്ത് എന്ന് പറഞ്ഞാൽ ചാനൽ റിപ്പോർട്ടറാണ്, അല്ലേ? ഒരു ചാനൽ റിപ്പോർട്ടർ വീട്ടിലേക്ക് വന്നു. അങ്ങനെ പിന്നെ അഹമ്മദും അതുപോലെ തന്നെ ഫുആദുമായിട്ട് ചാനൽ റിപ്പോർട്ടർ ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ്. ആ ഒരു ഭാഗമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. മുറാസിലുൽ കനാത്ത് എന്ന് പറഞ്ഞാൽ ചാനൽ റിപ്പോർട്ടർ, അല്ലേ? പറഞ്ഞു, അഹ്ലൻ ബിക യാ അഹമ്മദ്, അഹമ്മദ് സ്വാഗതം. മുൻദു അയ്യാമിൻ, അയ്യാമ് എന്ന് പറഞ്ഞാൽ ദിവസങ്ങളാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് യതഹദ്ദസു, സംസാരിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. ആര്? അന്നാസു, ജനങ്ങൾ, അൻ ഔദത്തിക്ക, നിന്റെ മടക്കത്തെക്കുറിച്ച്. ഔദത്ത് മടക്കം എന്നാണ്. ഔദത്തിക്ക എന്ന് പറഞ്ഞാൽ നിന്റെ മടക്കത്തെക്കുറിച്ച് ജനങ്ങൾ സംസാരിക്കുകയാണ്. ഇലൽ ഹയാത്ത്, എവിടത്തേക്ക്? ഇലൽ ഹയാത്ത്, ജീവിതത്തിലേക്കുള്ള നിന്റെ മടക്കത്തെക്കുറിച്ച്. നർജു മിങ്ക, നിന്നിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മസീദൻ മിനൽ അഖ്ബാർ, മസീദൻ ധാരാളമായിട്ട്, അഖ്ബാർ വാർത്തകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലായിട്ട് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു, അല്ലേ? അപ്പോൾ അഹമ്മദ് പറഞ്ഞു, നഅം, അതെ, ഹാദിഹി, ഇത് അവൽ മറ, ആദ്യത്തെ തവണയാണ്, അബ്ബിറു, ഞാൻ പ്രകടിപ്പിക്കുന്നത്, അൻ അഹാസീസി, അല്ല, എൻ്റെ വികാരം പ്രകടിപ്പിക്കുന്നത്, അമാമന്നാസി, ജനങ്ങൾക്ക് മുന്നിൽ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വികാരം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ മുറാസുൽ കനാത്ത് ചാനൽ റിപ്പോർട്ടർ പറഞ്ഞു, അഹമ്മദ്, കൈഫ വസ്വൽത്ത ഇല സൂക്കിൽ മദീന, കൈഫ, എങ്ങനെയാണ്, വസ്വൽത്ത, നീ എത്തിയത്, വസ്വല, എത്തി, വസ്വൽത്ത എന്ന് പറഞ്ഞാൽ നീ എത്തി, അല്ലേ? ഇല സൂക്കിൽ മദീന, ഈ അങ്ങാടിയിലെ മാർക്കറ്റിൽ, ഈ പട്ടണത്തിലെ മാർക്കറ്റിൽ നീ എങ്ങനെയാണ് എത്തിയത് എന്ന് ചോദിച്ചു. അഹമ്മദ് പറഞ്ഞു, കുന്തു, ഞാൻ ആയിരുന്നു. കുന്തു എന്ന് പറഞ്ഞാൽ ഞാൻ, അല്ലേ? തു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് കിട്ടും അർത്ഥം. കുന്തു, ഞാനായിരുന്നു. ഫീ റിആയത്ത്, സംരക്ഷണത്തിലായിരുന്നു. അമ്മി, എൻ്റെ അമ്മാവൻ്റെ സംരക്ഷണത്തിൽ ആയിരുന്നു ഞാൻ. ദാത്തയോമിൻ, ഒരു ദിവസം, ജറാ ജിദാലുൻ, ജിദാൽ എന്ന് പറഞ്ഞാൽ തർക്കമാണ്, ഒരു തർക്കം നടന്നു. ജറാ ജിദാലുൻ, ഒരു തർക്കം നടന്നു. ബൈനി, എൻ്റെ ഇടയിൽ, വ ബൈനഹു, അവരുടെ ഇടയിലും എന്ന് പറഞ്ഞാൽ ഞാനും അമ്മാവനും തമ്മിൽ ഒരിക്കലൊരു തർക്കം നടന്നു. ഫ ലറബനി, എന്നെ അടിച്ചു. അൽ അമ്മു, ആര്? മൻ ലറബ അമ്മുൻ, അല്ലേ? അമ്മാവൻ അടിച്ചു. വ ത്വറദനി, എന്നെ ആട്ടി അകറ്റി. മിനൽ ബൈത്തി, വീട്ടിൽ നിന്നും എന്നെ പുറത്താക്കി എന്ന് പറയും. തറക്തു അൽ ബൈത്ത, തറക്ക, ഉപേക്ഷിച്ചു. തറക്തു, ഞാൻ ഉപേക്ഷിച്ചു. അൽ ബൈത്ത, വീട് ഉപേക്ഷിച്ചു. ആ വീട് ഞാൻ ഉപേക്ഷിച്ചു. വസൽത്തു, ഞാൻ എത്തി. ഇല സൂക്കി, ഈ മാർക്കറ്റിലേക്ക് ഞാൻ എത്തി. അങ്ങനെയാണ് ഞാൻ ഈ മാർക്കറ്റിലേക്ക് എത്തിയത്. മുറാസുൽ കനാത്ത്, അപ്പോൾ ചാനൽ റിപ്പോർട്ടർ പറഞ്ഞു, കുന്ത, നീ ആയിരുന്നു. ഫി റിആയത്തി അമ്മിക്ക, നിന്റെ അമ്മാവൻ്റെ സംരക്ഷണത്തിലായിരുന്നോ.
ഹൽ അബവാക്ക നിൻ്റെ മാതാപിതാക്കൾ അല ഖൈദിൽ ഹയാത്ത് ജീവിച്ചിരിപ്പില്ലേ? അല ഖൈദിൽ ഹയാത്ത് നിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അഹമ്മദ് പറഞ്ഞു ഇല്ല, മാത്ത മരിച്ചു, വാലിദായ എൻ്റെ മാതാപിതാക്കൾ കപില സനവാത്തിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ഞാൻ ഇബിനഹുമാ മകനാണ് അൽ വഹീദ്. ഇബിനഹുമാ അവർ രണ്ടുപേരുടെയും ഏക മകനാണ് ഞാൻ. മുറാസുൽ കലാത്ത് അപ്പോൾ ചാനൽ റിപ്പോർട്ടർ കൈഫ തഹല്ലസ്ത മിൻ അമ്മാലത്തിൽ അത്ഫാൽ കൈഫ എങ്ങനെയാണ് തഹല്ലസ്ത നീ രക്ഷപ്പെട്ടത് മിൻ അമ്മാലത്തിൽ അത്ഫാൽ ബാലവേലയിൽ നിന്ന് നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അപ്പോൾ അഹമ്മദ് പറഞ്ഞു വലില്ലാഹിൽ ഹംദ് അല്ലാഹുവിന് സ്തുതി. ഖല്ലസ്വനി എന്നെ രക്ഷപ്പെടുത്തിയത് ഹാദൽ അഹു ഈ സഹോദരനാണ്. ആര്? ഫുആദ് അല്ലേ. കാബലനി എന്നെ കണ്ടുമുട്ടി. ഹീനമാ കുന്തു ഞാൻ ആയിരുന്നപ്പോൾ അബീഉ വിൽക്കുക അല്ല ഞാൻ വിൽക്കുകയായിരുന്നു. അൽ അക്കിയാസ് സഞ്ചി ഞാൻ കിറ്റിങ്ങനെ വിൽക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഈ സഹോദരൻ കണ്ടുമുട്ടി. സഅലനി ഇവൻ ചോദിച്ചു, സഅലനി എന്നോട് ചോദിച്ചു, അൻ സബബി കാരണത്തെക്കുറിച്ച്, അൽ വുസൂൽ എത്താൻ, ഇലസൂക്കി ഈ മാർക്കറ്റിൽ എത്താനുള്ള കാരണത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചറിഞ്ഞു. ഫബയ്യൻതുഹു അവന് ഞാൻ വിശദീകരിച്ചു കൊടുത്തു. ജമീഅ മാ ജറ നടന്ന കാര്യങ്ങൾ മുഴുവൻ അവന് ഞാൻ വിശദീകരിച്ചു കൊടുത്തു. ബഅദ ബുർഹത്തിൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അക്ബല ഷുർത്തിയൻ ഒരു പോലീസുകാരൻ വന്നു അല്ലേ. ഷുർത്തിയൻ പോലീസാണ്. വദഹബ ബി എന്നെയും കൊണ്ട് പോയി. ദഹബ പോയി, ബി എന്നെയും കൂട്ടിയിട്ട് പോയി. ഇല മഹ്ഫർ ഷുർത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അല്ലേ. ഇങ്ങനെ ആര് പറഞ്ഞു? മൻകാലാദ അഹമ്മദ് അല്ലേ. ലിമൻ ലി മുറാസിൽ കനാത്ത്. മുറാസിൽ കനാത്ത് പറഞ്ഞു ഫത്രത്തുൻ കസീർ ഒരു ഷോർട്ട് ബ്രേക്ക്. നമ്മൾ സാധാരണ ചാനൽ വാർത്തകൾ കാണുമ്പോൾ അവിടെ അല്ലേ ഇടയ്ക്കൊരു പരസ്യത്തിനൊരു ഇടവേള കൊടുക്കാറുണ്ട്. ഫത്രത്തുൻ കസീറ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ബ്രേക്കാണ്. ബഹ്ദ ലഹ്ല അല്പസമയത്തിന് ശേഷം നസ്തമിറുൽ മുക്കാബല നമുക്ക് ചർച്ച തുടരാം. നസ്തമിറു തുടരാം, അൽ മുക്കാബല ചർച്ച ഇൻ്റർവ്യൂ നമുക്ക് തുടരാം എന്ന് പറഞ്ഞു. ഒരു ഷോർട്ട് ബ്രേക്ക് ഇവിടെ കൊടുത്തു. നമുക്ക് ഇവിടെ നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇവിടെ താഴെ ഒരു ചോദ്യമുണ്ട്. നതഹയ്യൽ വനുഇദു ഹിവാറൻ ഒരു ഹിവാർ തയ്യാറാക്കണം. ഹിവാർ എന്ന് പറഞ്ഞാൽ സംഭാഷണം തയ്യാറാക്കണം. ദാറ ബൈന അഹമ്മദ് വ ഫുആദ് ഫിസ്സൂഖി അഹമ്മദും ഫുആദും മാർക്കറ്റിൽ വെച്ച് നടന്ന സംഭാഷണം അത് നമ്മൾ തയ്യാറാക്കണം. അതാണ് നമ്മൾ എഴുതേണ്ടത്. ഈ ചോദ്യം എഴുതിയിട്ട് നിങ്ങളൊരു സംഭാഷണം എഴുതണം. ഞാൻ അതിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ സംഭാഷണം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതണം. നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. ഈ പാഠത്തിൽ തന്നെ ഉണ്ട്, അത് നോക്കി എഴുതിയാൽ മതി. ആദ്യം സംഭാഷണം തുടങ്ങുമ്പോൾ രണ്ടുപേർ കണ്ടുമുട്ടുമ്പോൾ ആദ്യം സലാം ചൊല്ലും അല്ലേ. ആദ്യം ഫുആദ് എന്ന് എഴുതിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് എഴുതാം. അടുത്ത വരിയിൽ അഹമ്മദ് വ അലൈക്കും അസ്സലാം എന്ന് അല്ലേ. പിന്നെ ഫുആദ് മസ്മുക്ക എന്ന് ചോദിക്കും, നിൻ്റെ പേരെന്താണ്? അപ്പോൾ അഹമ്മദ് പറയും അന അഹമ്മദ് എന്ന് പറയും. അയിന ബൈത്തുക്ക് അടുത്ത ചോദിക്കും, അയിന ബൈത്തുക്ക് നിൻ്റെ വീട് എവിടെയാണ്? അഹമ്മദ് പറയും വറാ അസൂക്കി ഈ മാർക്കറ്റിൻ്റെ പുറകിലാണ് വീട്. ഹൽ ദഹബ്ത ഇലൽ മദ്രസ നീ സ്കൂളിൽ പോയില്ലേ? അപ്പോൾ അഹമ്മദ് പറയും ലാ അന അബീഉ അൽ കീസ് ഫി ഹാദ സൂഖി അല്ലേ. അന അബീഉ അൽ കീസ് ഫി ഹാദ സൂഖി ഞാൻ സഞ്ചി വിൽക്കുകയാണ്. അപ്പോൾ ഫുആദ് ചോദിക്കും ഹൽ അബവാക്ക അല ഖൈദുൽ ഹയാത്ത്
ഹൽ അബവാക്കല ഖൈദുൽ ഹയാത്ത്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലേ? അപ്പോൾ അഹമ്മദ് പറയും ലാ മാത വാലിദായ കബല സനവാത്തിൻ, അല്ലെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മാതാപിതാക്കൾ മരിച്ചു. അപ്പോൾ ഫുആദ് ചോദിക്കും ഐന തഈശു അൽ ആൻ, എവിടെയാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത്? അപ്പോൾ അഹമ്മദ് പറയും കുന്തു ഫി റിആയത്ത് അമ്മി, ഞാൻ എൻ്റെ അമ്മാവൻ്റെ സംരക്ഷണത്തിലായിരുന്നു. ദാത യൗമിൻ ജറാ ജിദാലു ബൈനി വ ബൈനഹു, ഇത് തന്നെ ഈ ഒരു പാരഗ്രാഫ് എഴുതിയാൽ മതി, അല്ലേ? ഫളറബനി അല്ലുമ്മു, ഫളറബനി അല്ലമ്മു വത്വറദനി മിനൽ ബൈത്ത്, എന്നെ വീട്ടിൽ നിന്നും ആട്ടി ഓടിച്ചു. തറക്തൽ ബൈത്ത വ വസൽത്തു ഇല സൂക്കി, അങ്ങനെയാണ് ഞാൻ ഈ അങ്ങാടിയിൽ ഈ മാർക്കറ്റിലേക്ക് എത്തിയത്, അങ്ങനെയാണ്. അപ്പോൾ ഫുആദ് പറയും യാ അഹമ്മദ്, അഹമ്മദ് തആൽ മഈ, തആൽ മഈ, എൻ്റെ കൂടെ വരൂ, ഇലൽ മദ്രസ, സ്കൂളിലേക്ക് വരൂ. അന ഉസാഇദുക, ഞാൻ നിന്നെ സഹായിക്കാം. അന ഉസാഇദുക, ഞാൻ നിന്നെ സഹായിക്കാം. അപ്പോൾ അഹമ്മദ് ശുക്രൻ, നന്ദി പറയും. ഫുആദ് അഫ്വൻ, അല്ല ശുക്രൻ പറഞ്ഞാൽ മറുപടി അഫ്വൻ എന്ന് പറയും. സംഭാഷണം ഇവിടെ അവസാനിച്ചു. ഈ രീതിയിൽ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾ നോട്ടിൽ ഒരു സംഭാഷണം എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.